ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ രേണുസുതിയെ കുറിച്ചാണ്. എപ്പോഴും രേണുസുതി എന്ന് പറഞ്ഞ് ഞാൻ വരാറില്ല. എന്നാൽ ഇന്നൊരു പോസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. കാരണം ഋതപ്പന്റെ മുന്നിലും ഈ ആൽബത്തിലും എല്ലായിടത്തും പോയി അഭിനയിച്ച് രേണുസുതി ഋതപ്പന്റെ മുന്നിൽ അഭിനയം കാഴ്ചവെക്കുന്നത് കണ്ടപ്പോഴേ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി. ആ സീനൊന്ന് കാണാം. കുറച്ച് ദിവസമായിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് പ്രോഗ്രാം ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിഷമമാണ്. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ പ്രോഗ്രാമിനാകുമ്പോൾ അത്ര വിഷമമില്ല. ഇന്ന് കാര്യം ഞാൻ ഇപ്പൊ നമ്മൾ കണ്ട സീനൊന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും. ഋതപ്പൻ ഈ രേണുസുതി കാണിക്കുന്ന പ്രഹസനങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. പുള്ളിക്കാരന്റെ കയ്യിലിരിക്കുന്ന മൊബൈലിലാണ് ശ്രദ്ധ. ഈ ശല്യം ഒന്ന് പോയിട്ട് വേണം ആ മൊബൈലൊന്ന് നോക്കാന്ന്. രേണുസുതിക്കാണ് മീഡിയക്കാർ നിൽക്കുന്നു. കൊച്ചു മൈൻഡ് ചെയ്യുന്നില്ലെന്നൊക്കെ രേണുസുതിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കൊച്ചു ഞാൻ പോകുന്നതിന്റെ സങ്കടത്തിലാന്ന് വരുത്തി തീർക്കണ്ടേ. അതിനുവേണ്ടി രേണുസുതി നല്ല സൂപ്പർ അഭിനയം കാഴ്ചവെക്കുന്നു. ഭാവി ഉണ്ടേതായാലും സിനിമയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നന്നായിട്ട് അഭിനയം വെക്കുന്നുണ്ട്. കാരണം അവരുടെ മുന്നിൽ തോക്കാതെ പിടിച്ചു നിന്നു. മീഡിയയ്ക്ക് മുന്നിൽ ഞാൻ ഇന്ന് കുറച്ചു ദിവസം കൂടെ നിന്നു. അതുകൊണ്ടുണ്ടായ ഒരു വിഷമമാണ് ഇത്. അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഒന്നുമില്ല. കൊച്ച അഡിക്റ്റാണ് മൊബൈലിന്, മുഴുവൻ സമയം അഡിക്റ്റാ. ആ കുഞ്ഞിനെ ഒരു കുറ്റവും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ അച്ഛനും അമ്മയും കൂട്ടി വളർത്തണമെന്ന് പറയാം. അതിനൊരു പ്രത്യേകതയുണ്ട്. അച്ഛനും അമ്മയും കൂട്ടി വളർത്തിയില്ല എങ്കിൽ അമ്മാമ്മ, അച്ഛമ്മ ഇവരൊക്കെ വളർത്തുമ്പോൾ അമിതമായിട്ട് ലാളിച്ചൊക്കെ വളർത്തും. അല്ലെങ്കിൽ അവർ കെയർ ചെയ്യുക. ഒരു കൂട്ടരെ ലാളിച്ച് വഷളാക്കും, ഒരു കൂട്ടര് കെയർ ചെയ്യാതെ വിട്ട്. അത് എന്താണേലും അച്ഛനെയും അമ്മയും കൂട്ടി വളർത്താത്ത മക്കള് അടച്ചാക്ഷേപിക്കാന്ന് പറയരുത് കേട്ടോ, വിപരീതമായിട്ടുണ്ടാകും. പക്ഷെ എന്നാൽ കൂടുതലും അവർ വളർന്നു വരുമ്പോൾ അവർക്ക് ചില സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ കണ്ടേക്കാം. അന്ന് അച്ഛനും അമ്മയും ചമഞ്ഞ് ഞാൻ 10 മാസം ചുവന്ന് പ്രസവിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് ശിക്ഷിക്കാൻ ചെല്ലുമ്പോൾ അവരുടെ വായിന്ന് ചിലപ്പോൾ നല്ല കേട്ടെന്ന് വരിക്കും. അത് തന്നെയല്ല, അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന അല്ലെ ഉത്തരവാദിത്തമുള്ള ആരോ ആണ് ഇവര് എന്നുള്ള രീതിക്കാണ് പേരൻസിനെ അങ്ങനെ വളർത്തുന്ന കുട്ടികൾ കാണുക. കാരണം അവർ ആ പേരൻസിൽ നിന്ന് അധികം സ്നേഹം കിട്ടുന്നില്ലാത്തതുകൊണ്ട് അവർക്കും അങ്ങോട്ടില്ല. പിന്നെ അവരുടെ കാര്യമൊക്കെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആരോ എന്നുള്ള രീതിക്ക് മാത്രമേ പോവുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഇവർക്ക് ബോധമുണ്ടല്ലോ സ്വന്തം കൊച്ചെന്നുള്ള രീതി. അല്ല, ആ കൊച്ചിന് വേണ്ടിയാണ് ഞങ്ങൾ പണം സമ്പാദിക്കാൻ വെളിയിൽ പോയത്, അവന് വേണ്ടിയാണ് കഷ്ടപ്പെട്ടെന്നൊക്കെയുള്ള വിചാരം ഇവർക്കുള്ളത് കൊണ്ട് ഇവർ ആ രീതിക്ക് അങ്ങോട്ട് സമീപിക്കുമ്പോൾ ആ കുട്ടികൾ തിരിച്ച് ഇങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ല. കാരണം അവർക്ക് സ്നേഹവും കെയറിങ്ങും ഒന്നും കിട്ടിയിട്ടില്ല. ഇവിടെ ഇപ്പൊ ഋതപ്പനെ നോക്കാൻ വേണ്ടി വീട്ടിൽ ആ ചേച്ചി, അച്ഛൻ, അമ്മ എല്ലാവരും ഉണ്ട്. പക്ഷെ അവരുടെ കൂടെ ഇരുന്ന് രേണുസുതിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പം രേണുസുതി അവിടെ ഇരുന്ന് അവരുടെ വീട് പട്ടിണിയാകും, അത് വേറൊരു കാര്യം. പക്ഷെ ഋതപ്പൻ നിന്ന ഇപ്പില് ഫോണിനാണ് അഡിക്റ്റ്. ആ കുഞ്ഞ് ശരിക്കും ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ശരിക്കും ഒന്ന് സന്തോഷിച്ച് ചിരിച്ച് നമ്മൾ കണ്ട ഏത് വ്ളോഗിലാണ്? കിച്ചുവിന്റെ വ്ളോഗില് കിച്ചു ചെന്നതിനെ വിളിച്ചുകൊണ്ട് കടയിൽ പോവുകയും ഫുഡ് മേടിച്ചു കൊടുക്കുകയും ചെരുപ്പ് മേടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത് ആ സമയത്ത് ആ കൊച്ചിന്റെ മുഖം ഒന്ന് തെളിഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതല്ലാതെ രേണുസുതിയുടെ കൂടെ നിൽക്കുമ്പം ആ കൊച്ചു അത്ര വലിയ കൂടുതൽ സന്തോഷിച്ച് ഞാൻ കണ്ടിട്ടില്ല. ആരോ വന്നു പോകുന്നു അത്രേ ഉള്ളൂ. ആ പറയുന്ന രേണുസുതി ബിഗ് ബോസ് വെച്ച് പറയും, അയ്യോ ഞാനും കൂടെ എന്നെയും കൂടെ TV കാണുമ്പോഴത്തേനും മോൻ വിചാരിക്കുമെന്ന്. അങ്ങനെയൊന്നും ഇല്ല. രേണുസുതിക്ക് കൊടുക്കേണ്ട പ്രാധാന്യമുള്ളൂ വല്ലപ്പോഴും വന്നു പോകുന്ന ഒരു അതിഥി എന്നുള്ള പ്രാധാന്യം ഋതപ്പൻ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ കമന്റ് ബോക്സ് വായിക്കുക, അതല്ലേ ഒരു രസം. ആ കൊച്ചു മൊബൈലിന് അഡിക്റ്റ് ആണ്. എപ്പോഴും കാണുമ്പോൾ ഉണ്ടാകും മൊബൈലിൽ കൂടെ. അമ്മ പോയാലും വന്നാലും ആ കുട്ടിക്ക് സന്തോഷവുമില്ല സങ്കടവുമില്ല. പിന്നെ എന്നുള്ള രീതിക്ക് ലേ മോൻ, ആഹാ മതി ഒന്ന് പെട്ടെന്ന് പോകാമോ? ഓ ഇത് പോകുന്നില്ലല്ലോ, ഒന്ന് പോയിട്ട് ഒന്ന് ചെറുതായിട്ട് ചിരിച്ചു കൊടുത്തേക്കാം, അപ്പൊ പൊക്കോളും. കൊച്ചെ എവിടെയെങ്കിലും തൊലഞ്ഞു തള്ളേന്ന്. പിന്നെ അച്ഛനോ ഇല്ല, അമ്മയുടെ സ്നേഹമോ പരിഗണനയോ കിട്ടുന്നില്ല. അതിന്റെ ഏക ആശ്രയം ആ ഫോണാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അമ്മ പോയാൽ എന്ത്, വന്നാൽ എന്ത്, അല്ലെങ്കിലും ക്യാമറ കാണുമ്പോൾ നിനക്ക് സെന്റിമെന്റ് കൂടുതലാണ്. ആർക്ക് വിഷമം? ആ കൊച്ചിനോ? ഒന്ന് പോയി തന്നാ മതിയെന്ന്. സത്യമാണ് കേട്ടോ, അവന്റെ ബോസിൽ പറയുന്നത് ശരി തന്നെയാ. ലേ മോൻ, അമ്മ പോയി ഞാൻ ഇവിടെ ഇരുന്നോളാം. ആ മോൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതും ശരിയാണ്, അവന് താല്പര്യമില്ല. തള്ള എന്തേലും കാണിക്കട്ടെ, മിണ്ടാതിരിക്കാം, കുറച്ച് സമാധാനം തന്നുകൂടെ തള്ളയെ? ഇവർ കാരണം കുറെ ക്യാമറ പിന്നെ തെറിയ. എന്താണെങ്കിലും ഈ രേണുസുതി കാട്ടിക്കൂട്ടുന്ന ഈ വക പ്രഹസനങ്ങളോടൊന്നും ആ കൊച്ചിന് ഒരു താല്പര്യമില്ല. ആ കൊച്ചിന് അതിന്റെ കയ്യിലിരിക്കുന്ന മൊബൈലാണ്. വളർന്ന് വരുമ്പോൾ അതിൻ്റെതായ ദോഷഫലങ്ങൾ വന്ന് ആ രീതിക്കേ പോകുള്ളൂ. പഠിത്തത്തിലൊക്കെ ശ്രദ്ധ കുറയാനും എടുക്കാനും എല്ലാം ഉണ്ട്. ഒരു വശത്ത് മോന് ഉണ്ടാക്കി കൊടുക്കാൻ സമ്പാദിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന രേണുസുതി
ശ്രദ്ധയും കെയറും പരിഗണനയും സ്നേഹവും ഒക്കെ ഋതുപ്പന് കൊടുക്കാതെ ഈ നെട്ടോട്ടം ഓടിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ വളർത്തുന്നത് മറ്റുള്ള ആൾക്കാരാണ്. അവരെത്രമാത്രം ഈ കുഞ്ഞിനെ കെയർ ചെയ്യുമെന്നും നോക്കുമെന്നും ഒന്നും പറയാൻ പറ്റത്തില്ല. അവരവരുടെ മക്കളെ പോലെ നോക്കുമായിരിക്കും, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ചേച്ചിയൊക്കെ അല്ലേ വളർത്തുന്നത്, കുഴപ്പമില്ല. പക്ഷേ എങ്കിൽ അമ്മയ്ക്ക് പകരം മറ്റാരും ആവത്തില്ല. അപ്പൊ അത് അല്ലെ അച്ഛന് പകരം മറ്റാരും ആവില്ല. അപ്പൊ അതിൻ്റെതായ ഇവിടെ അച്ഛനില്ലാത്തതുകൊണ്ട് അച്ഛന്റെ കുറവുകളൂടെ അറിയിക്കാതെ അമ്മ വേണം വളർത്താൻ. പിന്നെ ലാസ്റ്റായിട്ട് പറയാം, നമുക്ക് ഇങ്ങനെയൊക്കെ സാഹിത്യമെന്ന് പറയാം. ഈ കൊച്ചൊക്കെ ഇങ്ങനെ കാണിക്കുന്ന കാണുമ്പോൾ മൊബൈലിന് അഡിക്റ്റ് ആകുന്നത് നമ്മുടെ സകല ഡോക്ടർമാരും മനഃശാസ്ത്രജ്ഞന്മാരും ഒക്കെ മൊബൈലിന് അഡിക്റ്റ് ആകുന്നതിനെതിരെ ഒത്തിരി പറയാറുണ്ട്. പിള്ളേർ ഭക്ഷണം കൊടുത്താൽ കഴിക്കാതിരിക്കുന്ന അമ്മമാർക്ക് വലിയ മാനസികമായ കാര്യം. എന്നാൽ മൊബൈൽ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ എത്ര വേണേലും ഫുഡ് കഴിച്ചോളൂ. എന്താ വെച്ചാൽ അവർ ആ മൊബൈലിലാണ് ശ്രദ്ധ. അറിയാതെ വാ തുറന്ന് അറിയാതെ ചവച്ച് അത് അകത്താക്കിക്കോളും. പക്ഷെ അമ്മമാർ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അമ്മമാരുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞാൽ പിള്ളേർ ഫുഡ് കഴിക്കുന്നില്ല. ഇത് നിസ്സാര കാര്യമായിട്ട് തോന്നാൻ നമുക്ക് കേൾക്കും, പക്ഷെ അതാണ് ടെൻഷൻ. അങ്ങനെ അന്നാരും ഡോക്ടർ പറയുന്നത്, എന്നോടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പിള്ളേരെ മൊബൈൽ കൊടുക്കരുത്. അല്ല പിന്നെ ഈ കാർട്ടൂൺ വെച്ച് കൊടുത്താൽ അതിനും അഡിക്റ്റ് ആകരുത്. എന്തിനൊക്കെ ഒരു അഡിക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ വളർന്നു വരുമ്പോൾ അത് വലിയ ദോഷം ചെയ്യും. ഒന്നാമതായിട്ട് ഇപ്പോൾ ഉള്ള ഗെയിം എന്നെല്ലാം വെടി, കുത്ത്, അത് ഇതൊക്കെയുള്ളു. അതിനൊക്കെ അഡിക്റ്റ് ആയാൽ മാനസികമായിട്ട് അതിനെയൊക്കെ ബാധിക്കുന്ന കാര്യങ്ങൾ അങ്ങനത്തെ ഗെയിമൊക്കെ. ഇനി അത് പോട്ടെ, രേണുസുതി ഈ നോ പറയേണ്ടടുത്ത് നോ പറയുന്നില്ല എന്നുള്ള ഒരു വിവാദം മഞ്ജു പത്രോസ് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അന്നൊക്കെ കമന്റിൽ ഈ പറഞ്ഞല്ലോ ഇവരങ്ങനല്ലേ ഇങ്ങനല്ലേ എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അതിന് പകരമായിട്ട് മഞ്ജു പത്രോസ് ഈ അടുത്ത് കൊടുത്ത ഇന്റർവ്യൂവിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു മുണ്ടും ബ്ലൗസും ഇട്ട് അഭിനയിച്ച ഒരു കാലഘട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് അവരെ ചതിച്ചതാണ്. അവരോട് അഡ്വാൻസ് മേടിച്ച്, അവര് അന്ന് വലിയ സാമ്പത്തികമുള്ള കൂട്ടത്തിലല്ല, അഡ്വാൻസ് മേടിക്കുമ്പോൾ അവരോട് പറയുന്നത് നൈറ്റിയോ കോട്ടൺ സാരിയോ എന്ന്. ആ വാക്ക് വിശ്വസിച്ച് അവർ എഗ്രിമെന്റിൽ ഒപ്പിട്ടതിന് ശേഷം കിട്ടിയ അഡ്വാൻസ് ഒക്കെ എടുത്ത് ചെലവാക്കുമല്ലോ. എന്നിട്ട് പിന്നെ ലൊക്കേഷനിൽ ചെന്ന് കഴിയുമ്പോഴത്തേന് അവരുടെ കോസ്റ്റ്യൂം ഇപ്പൊ വരും പറഞ്ഞ് അവര് നോക്കിയിരിക്കുമ്പോൾ വരുന്നത് മുണ്ടും ബ്ലൗസും. ഇവരോർക്കുന്നത് ഇത് എന്റെ കോസ്റ്റ്യൂം അല്ലല്ലോ, ലുങ്കിയും അല്ല, ഒന്നെങ്കിൽ നൈറ്റി അല്ലെങ്കിൽ സാരി, ഇതാണല്ലോ, അതിന് കുഴപ്പമില്ലാത്ത സംഭവമാണല്ലോ. ഇനി മുണ്ടും ബ്ലൗസും ആണേലും കുഴപ്പമില്ല, അതുകൂടെ ഉണ്ട്. മുണ്ടും ബ്ലൗസും ആണേലും കുഴപ്പമില്ല, ഒരു തോർത്തും കൂടെ ഇടാം. അത് നമ്മുടെ മലയാളികളുടെ പണ്ടത്തെ അമ്മമാരുടെ വേഷമാണ്, മുണ്ടും ബ്ലൗസും തോർത്തിടുക എന്നല്ല. അതുകൂടെ വേണമെന്നേ പറഞ്ഞു. പക്ഷെ കച്ചവടക്കണ്ണുള്ള സിനിമാക്കാര് മുണ്ടും ബ്ലൗസും അതിന്റെ പുറത്തൊരു തോർത്തൂടെ ഇട്ട അവർക്ക് കാഴ്ചക്കാര് കുറയും. അതേസമയത്ത് ആ തോർത്തങ്ങ് ഒഴിവാക്കി ഇറക്കി വെട്ടിയ ബ്ലൗസും കൂടെ ഇട്ടിട്ട് എന്തേലും ഒരു സീനി കുപ്പിച്ചെല്ലൊക്കെ പെറുക്കാൻ വേണ്ടി കുനിയ, ഗ്ലാസ് പൊട്ടിക്കുമ്പോൾ കുനിയ, അതുകൂടെ ആകുമ്പോഴത്തേന് ആഹാ ഇഷ്ടം പോലെ ആൾക്കാർ കയറിക്കോളൂ എന്നുള്ള വിചാരത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടി അവർ മഞ്ജു പത്രോസിനെ കൊണ്ട് അത്തരത്തിലൊരു വേഷം ഇടിയിച്ചത്. അതിനെപ്പറ്റി മഞ്ജു പത്രോസ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. കോട്ടൺ സാരിയോ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ഓക്കെ, ഇത് രണ്ടാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയും പറഞ്ഞു, ഇനിയിപ്പോൾ മുണ്ടും ബ്ലൗസ് ആണെങ്കിലും ഒരു തോർത്ത് വേണം, തോർത്ത് വേണം എന്ന് പറഞ്ഞു. ഓക്കെ മഞ്ജു എന്നൊക്കെ പറഞ്ഞു. ലൊക്കേഷനിൽ ചെന്ന് തലേദിവസം ഞങ്ങൾ ചെന്ന് തൊടുപുഴയിലായിരുന്നു. തലേദിവസം ചെന്നു. പിറ്റേ ദിവസം രാവിലെ ലൊക്കേഷനിൽ ചെന്ന് എല്ലാവരും റെഡിയായി. സേതുലക്ഷ്മി അമ്മയുണ്ട് ഇപ്പോൾ അളിയൻസിൽ അഭിനയിക്കുന്ന സേതുലക്ഷ്മി അമ്മ. അപ്പോൾ അമ്മയും ഞാനൊക്കെ ഒരു ഇതിനകത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ബ്ലൗസും മുണ്ടും അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഒരു റെഡ് ബ്ലൗസും മുണ്ടും കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കതിനകത്ത് യാതൊരു മൈൻഡുമില്ല, കാരണം എൻ്റെ കോസ്റ്റ്യൂം അതല്ലല്ലോ. എനിക്ക് നൈറ്റിയോ സാരിയോ ഇപ്പോൾ വരൂ എന്നുള്ളതിനകത്ത് ഇങ്ങനെ ഇരിക്കുവാണ് ഞാൻ. ഡ്രസ്സൊക്കെ ഇങ്ങനെ മുടിയൊക്കെ കെട്ടി ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വേടി ഒന്ന് ചേച്ചി കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു കോസ്റ്റ്യൂം ഏതാ? ഇതായിരിക്കുന്ന ചേച്ചിയുടെ ഫോസ് എപ്പോൾ കൊണ്ടുവച്ചതാന്ന് പറഞ്ഞു. ഒരു പെൺകുട്ടിയാണ്. അപ്പം ഞാൻ വേഗം തന്നെ അതെടുത്ത് നോക്കിയപ്പോൾ ബ്ലൗസിങ്ങനെ ഭയങ്കര വൈഡായിട്ട് വൈഡ് നെക്കായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇറങ്ങിയ ഒരു ബ്ലൗസ്. എനിക്ക് പിന്നെ എൻ്റെ കിളി പോയി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്ക് തലവേദന എടുക്കുന്നോ കരച്ചിൽ വരുന്നോ. ഇന്നത്തെ മഞ്ജു ആണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങി പോരും. എനിക്ക് അന്ന് അത്രയ്ക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതിന്റെ ബാക്കി കുറേ ഉണ്ട്. ഇത്രയേ ഉള്ളൂ. അവര് ഗ്ലാസ് പൊട്ടുന്ന ചില്ല് പെറുക്കാനൊക്കെ കുനിയാനും ഒക്കെ പറയുന്നത് മഞ്ജു പത്രോസ് ഇതിൻ്റെ ആ തൂന്നി പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, അന്ന് അവർക്ക് ആ സിറ്റുവേഷനിൽ ഈ സിനിമാക്കാരോട് എതിർക്കാൻ പേടിയായിരുന്നു. കാരണം ഇതിന് അവിടെ ഇട്ടിട്ട് പോന്ന ഇവര് കൊണ്ടുപോയി കേസ് കൊടുക്കുമോ, നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമോ, പിന്നെ അല്ലെ ഫീൽഡിൽ നിന്ന് ഔട്ടാവുമോ, അങ്ങനെ ആകെ അവർക്ക് ഈ അഭിനയം എന്നുള്ളത് വേറൊന്നും അറിയത്തില്ല എന്നവർ ഈ ഇന്റർവ്യൂ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടാക്കും. കാരണം ഇവരൊക്കെ ഒരു ഇതല്ലേ, അതുകൊണ്ട് അവർ കടിച്ചു പിടിച്ച് അങ്ങനെ അങ്ങ് നിന്ന് അഭിനയിച്ചു പോയതാ. പക്ഷേങ്കിൽ ഇന്നാണെങ്കിൽ ഈ ഒരു ആ സിറ്റുവേഷനൊക്കെ തന്നെയാണ് ഇപ്പോഴും നോ പറഞ്ഞാൽ അവരുടെ ചാൻസ് ഒക്കെ ചിലപ്പോൾ കുറയും. എന്നാലും അവർ പറയുന്നുണ്ട്
ഇപ്പോഴാണെങ്കിൽ ഞാൻ നോ പറഞ്ഞേനെ എന്നുള്ളത്. അതാണ് അവരുടെ വ്യക്തിത്വം. ഒരിക്കലും ഒരു അബദ്ധം പറ്റി അങ്ങനത്തെ ഒരു സീനിൽ അഭിനയിച്ചാണ്. പക്ഷെ ഇന്ന് അന്നത്തെ ധൈര്യം, ഓരോ പ്രായത്തിൽ നമുക്ക് ഓരോ ധൈര്യം. നമുക്ക് ലൈഫിൽ പലപ്പോഴും തോന്നാറില്ലേ, അയ്യോ കഴിഞ്ഞു പോയ ആ സംഭവം, അന്ന് അത് അങ്ങനെ പ്രതികരിക്കേണ്ട, ഇച്ചിരി കൂടെ ശക്തമായിട്ട് പ്രതികരിക്കായിരുന്നു, അല്ലെ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയായിരുന്നു, ഇങ്ങനെയൊക്കെ തോന്നുന്ന ജീവിതം നമുക്കും ഇല്ലേ. അതേപോലെയാണ് മഞ്ജു പത്രോസ് പറഞ്ഞത്, അന്ന് ആ സന്ദർഭത്തിൽ നോ പറയണം, ഇന്നായിരുന്നെങ്കിൽ ഞാനത് പറഞ്ഞേനെന്ന്. അപ്പൊ അവരുടെ ആ ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് അവർ രേണുസുതിയെ ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച ഉപദേശിച്ച ഒരു ഇത് വൈറലായിരുന്നല്ലോ. അതായത് രേണുസുതി വടയുടെ കാര്യത്തിൽ പറയുമ്പോൾ എന്റെ വട ചെറുതല്ലേ എന്ന് പറഞ്ഞ് കിടന്ന് കുണുങ്ങിച്ചിരിക്കുന്നുണ്ട്. അതിനു പകരം നോ പറയേണ്ടടുത്ത് നോ പറയാം, നിൽക്കേണ്ടവരെ നിൽക്കേണ്ടടുത്ത് നിർത്തണം. അത്തരം ക്വസ്റ്റ്യൻ ചോദിക്കാൻ മീഡിയക്കാരെ അല്ലെ അങ്ങനെയൊന്നും എന്റെ അടുത്ത് ആ വക ക്വസ്റ്റ്യൻ ആയിട്ട് വരണ്ട എന്ന് പറയാനുള്ള ഒരു കഴിവ് രേണുസുതി കാണിക്കണം. അല്ലെങ്കിൽ കൊല്ലം സുധിയുടെ ഓർമ്മ ദിവസം അലൻ ജോസ് അവിടെ കിടന്ന് കോമാളിത്തരം കാണിച്ചപ്പോ നോ പറയാനുള്ള ഒരു കഴിവ് കാണിക്കണം. അതിനു പകരം അത് പറയാതിരുന്നിട്ട് അത് വിമർശിച്ച വ്ളോഗേഴ്സിന്റെ അടുത്ത് നിന്ന് മെഴുകാന്ന് വീണടുത്ത് കിടന്ന് ഉരുണ്ട് മെഴുകുന്നുണ്ടായിരുന്നു രേണുസുതി. അതല്ല, നോ പറയേണ്ടത് പറയാൻ പഠിക്കണം. നമ്മൾ ആരാണെങ്കിലും നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും വേണ്ട, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വേണ്ട ഒരു കാര്യമാണ്. ഒരു കാര്യം പറ്റില്ല എന്നുള്ളത്, അല്ലെങ്കിൽ തന്നെ പിന്നെ ഏറ്റവും സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഈ അശ്ലീല ചൊവ്വയുള്ള സംസാരം കൊണ്ട് സംസാരിച്ച് ആസ്വദിക്കുന്ന ചില പുരുഷഗണങ്ങളുണ്ട്, പുരുഷ കേസരികളുണ്ട്. അവന്മാർക്കത് സെക്സ് ഒക്കെ പറഞ്ഞങ്ങ് ആസ്വദിക്കും. അപ്പൊ നമ്മൾ ഇവരോട് അങ്ങനെ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരായിരിക്കും, ഒരു പക്ഷെ വളരെ വേണ്ടപ്പെട്ടവർ. അപ്പൊ അവരോടൊരു അല്ലെ ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കാം. എവിടെ ഇരുന്നാലും ഈ വൃത്തിയായിട്ട സ്വഭാവം ചിലപ്പോൾ കാണിക്കുന്ന ആൾക്കാരുണ്ട്, എല്ലാരെയല്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോ അവരോടൊരു മുഷിപ്പ് കാണിക്കാൻ പറ്റിയെന്നോർത്ത് ഇവര് പറയുന്ന കേൾക്കാൻ നമുക്ക് താല്പര്യമില്ലെങ്കിലും നമ്മൾ ചിലപ്പോൾ ചെവി കൊടുത്ത് നിൽക്കും അശ്ലീല വർത്താനങ്ങളൊക്കെ കേൾക്കുമ്പോൾ. പക്ഷെ അങ്ങനെ നിന്നാൽ അത് വളരെ വളരെ ദോഷം ചെയ്യും. ഇത് ഇവരുടെ ഒരു ട്രെയിനിങ്ങിലൂടെയാണ്. നമ്മൾ ഇതൊക്കെ കേൾക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലെങ്കിൽ ഇവരെ പിന്നെ വളച്ചെടുക്കാനും പറ്റും എന്നൊരു കൂടെയുള്ള പരീക്ഷണം കൂടെയാണ്. അതേസമയത്ത് അശ്ലീല ചോയുള്ള സംസാരം സ്റ്റാർട്ട് ചെയ്യുന്ന നിമിഷം, അത് മനസ്സിലാകുന്ന നിമിഷം, ഏത് സ്ത്രീക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പെട്ടെന്ന് പറ്റും. അപ്പൊ മനസ്സിലാകുന്ന നിമിഷം ഇത്തരം വർത്താനങ്ങൾ എന്റെ മുഖത്ത് നോക്കി പറയണ്ട, ഇതിനൊക്കെ നിങ്ങൾ വേറെ ആളെ കണ്ടെത്തിക്കോ, എനിക്കിതിന് തരാൻ സമയമില്ല, നിർത്തിക്കോ എന്ന് പറയാനെങ്കിലും ഉള്ളൊരു ധൈര്യം നമ്മൾ കാണിക്കണം. നോ പറയേണ്ടടുത്ത് നോ പറയണം. ജീവിതത്തിൽ നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ പ്രൈവസിയിലേക്ക് ഇടിച്ചിഞ്ഞ് കയറും ആൾക്കാർ. പിന്നെ നമുക്ക് എന്താ ഉള്ളത്? ഒന്നുമില്ല, അഭിമാനമില്ല, ഒന്നുമില്ല, സെൽഫ് റെസ്പെക്റ്റും ഇല്ല, ഒന്നുമില്ലാതായി പോകുന്ന ഒരവസ്ഥയാണ്. അതാണ് മഞ്ജു പത്രോസ് പറഞ്ഞു വെക്കുന്നത്, നോ പറയേണ്ടടുത്ത് നോ പറയണമെന്നാണ്. അപ്പൊ രേണുസുതിയുടെ വീഡിയോ ഏതെങ്കിലും, രേണുസുതി ഇപ്പൊ ഈ പോകുന്ന ഫീൽഡിൽ സത്യം പറഞ്ഞാൽ ഇതെന്താണ്, രേണുസുതി എന്നും പറഞ്ഞ ഒത്തിരി പേരങ്ങ് ആരാധന മൂത്ത് പാവങ്ങളുടെ തമനയെന്നൊക്കെ പറഞ്ഞൊന്നും കിടക്കുന്നൊന്നുമില്ല. കുറേയധികം ആൾക്കാർക്ക് എന്തൊക്കെയോ തോന്നിയിട്ട് വന്ന് കണ്ട് വൈറലാകുന്നേ ഉള്ളൂ. അതൊരു കാലമുണ്ട്, അത് കഴിഞ്ഞാൽ അതൊക്കെ നിൽക്കും. അത്രേ എനിക്ക് പറയാനുള്ളത്. അതിനുള്ളിൽ പുള്ളിക്കാരത്തി സിനിമയിലൊക്കെ കയറി പുള്ളിക്കാരത്തിക്ക് ചേരുന്ന റോളൊക്കെ ചെയ്ത് മിടുക്കിയായിട്ട് പോയാൽ കൊള്ളാം. അതല്ലാതെ ഭർത്താവും കൂടെ ഇല്ലാത്തൊരു സ്ത്രീ ആകുമ്പോൾ നോ പറയേണ്ടടുത്ത് നോ പറയാൻ മുന്നോട്ട് പോയാൽ ഇടയ്ക്ക് വെച്ച് ലൈഫ് ഒരു നല്ല അല്ലാത്ത രീതിയിലേക്ക് മാറും. കാരണം ആൾക്കാർ എങ്ങനെ പെരുമാറുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.